ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടൻ ഗ്രാമപ്രദേശമായ എടത്വായിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് ജോർജ് ഫൊറോന പള്ളി അഥവാ എടത്വ വലിയ പള്ളി. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട എടത്വ പള്ളി 1810 സ്ഥാപിക്കപ്പെട്ടതാണ്. പമ്പാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരമാണ്. മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. പെരുന്നാളിനു കൊടിയേറുന്നതോടെ സ്വർണ്ണാലംകൃതമായ വിശുദ്ധ ജോർജിന്റെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യത്തിലുള്ള വേദിയിൽ പ്രതിഷ്ഠിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. എടത്വായിലെയും കുട്ടനാടിന്റെ മറ്റ് പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് ചമ്പക്കുളം പള്ളിയെ ആയിരുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ആലപ്പുഴ, അർത്തുങ്കൽ, തുമ്പോളി, പുറക്കാട്, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ പുതിയ പള്ളികൾ സ്ഥാപിതമായതോടെ തങ്ങൾക്കും സ്വന്തമായി ഒരു ദേവാലയം വേണമെന്നുള്ള എടത്വ നിവാസികളുടെ ആഗ്രഹം ശക്തമായി. അന്ന് എടത്വ പ്രദേശം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നതിനാൽ വിശ്വാസികൾ വരാപ്പുഴ മെത്രാനായിരുന്ന റെയ്മണ്ട് തിരുമേനിയെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. വരാപ്പുഴ മെത്രാനിൽ നിന്നും കാനോനിക അനുമതി ലഭിച്ചതിൻ പ്രകാരം 1810 സെപ്റ്റംബർ 29 എടത്വായിലെ കോയിൽമുക്ക് എന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. പള്ളിക്കാവശ്യമായ സ്ഥലം ദാനമായി നൽകിയത് എടത്വായിലെ പ്രമുഖ നായർ തറവാടായ ചങ്ങങ്കരി വെള്ളാപ്പള്ളിയിലെ കൊച്ചറുത്തപ്പണിക്കരായിരുന്നു. 1839 ശിലാസ്ഥാപനം നടത്തിയ വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ വിശുദ്ധന്റെ ഒരു രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. ഒടുവിൽ ഇടപ്പള്ളി പള്ളിയുടെ തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരുന്ന തിരുസ്വരൂപങ്ങളിലൊന്ന് എടത്വായിലെത്തിച്ച് ആഘോഷപൂർവ്വം സ്ഥാപിച്ചു. എടത്വ പള്ളിയിൽ എത്തുന്ന വിശ്വാസികളിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവരാണ്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് കാലങ്ങളിൽ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് കച്ചവടങ്ങൾ നടന്നിരുന്നത്. അന്ന് ആലപ്പുഴയിലേക്ക് കന്യാകുമാരി, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നും വാണിജ്യ സംഘങ്ങൾ കച്ചവടത്തിനായി എത്തിയിരുന്നു. ഒരിക്കൽ കച്ചവടത്തിനായി ചരക്കുമായി വന്ന വള്ളം രാത്രിയിൽ കാറ്റിലും കോളിലും പെട്ട് ദിശ തെറ്റുകയും വള്ളം നിയന്ത്രിച്ചിരുന്ന നയമ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ വള്ളത്തിലുണ്ടായിരുന്ന വ്യാപാരികൾ ഒരു അശരീരി കേൾക്കുകയും അതുപ്രകാരമുള്ള നിർദ്ദേശത്തെ തുടർന്ന് അവർ എടത്വ പള്ളിയുടെ കടവിൽ എത്തുകയും അവിടെ വെച്ച് നഷ്ടപ്പെട്ട നയമ്പ് തിരികെ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അവർ പള്ളിയിൽ എത്തി പ്രാർത്ഥിച്ച് നേർച്ചേട്ടത്തിന് ശേഷമാണ് മടങ്ങിയത്. പിന്നീട് വന്ന തലമുറയും ആ പതിവ് തുടർന്നു പോരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ പെരുന്നാൾ എടത്വ പള്ളിയിൽ കൊണ്ടാടുന്നത്. മെയ് 7 പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിനു ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ് നടക്കുക. പെരുന്നാളിന് കൊടിയേറുന്നതിന് മുൻപ് കൊടിമരത്തിൽ പട്ട് ചുറ്റുന്നു. പിന്നീട് കൊടിയേറ്റ സമയത്ത് കൊടിമരത്തിൽ ചുറ്റിയിരിക്കുന്ന പട്ടിൽ നേർച്ചയെണ്ണ ഒഴിക്കുന്നു. പട്ടിൽ നിന്നുവരുന്ന എണ്ണ വിശ്വാസികൾ ശേഖരിക്കുകയും അങ്ങനെ ശേഖരിക്കുന്ന എണ്ണ ശരീരത്തിൽ തേച്ചാൽ മുറിവുകൾ ഉണങ്ങുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും കാരണമാകുന്നു എന്നാണ് വിശ്വാസം. അതുകൂടാതെ കല്ല് ചുമക്കൽ നേർച്ചയുമുണ്ട്. കല്ല് ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും വലം വെക്കുന്നത് തലവേദന മുതലായ രോഗങ്ങൾ കുറയാൻ സഹായിക്കുന്നു എന്നതും വിശ്വസിച്ചു പോരുന്നു. മെയ് 14 പട്ടണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശടി വരെയുള്ള പ്രദക്ഷിണവും പിന്നീടുള്ള വെടിക്കെട്ടോടെ തിരുനാൾ സമാപിക്കുന്നു.